1/3 കപ്പ് ചവ്വരി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു പാക്കറ്റ് അടയുണ്ട്. ഇത് നമുക്കിട്ട് വേകുന്നിടം വരെ ബോയിൽ ചെയ്യാം. അട ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്കിത് വാർക്കാം. ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതും ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് 750 ഗ്രാം ശർക്കരയാണ് ആവശ്യം. ഇത് 1 കിലോ ഉണ്ട്. ഞാൻ ഉരുക്കി വെക്കുകയാണ്. ആവശ്യമുള്ളത് പിന്നെ നമുക്ക് എടുത്താൽ മതി. വെള്ളം ഒഴിക്കാം. 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിക്കുക. ശർക്കരയൊക്കെ പതുക്കെ എല്ലാം ഉരുകി വരുന്നുണ്ട്. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറേ കൂടി ഉരുകാനുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കരയെല്ലാം നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബാക്കി പരിപാടി ഉരുളിയിലോട്ട് മാറ്റാം. ഞാൻ അട ഇടുവാണ് ഇതിനകത്ത്. ഇതിനകത്ത് കിടന്ന് അടയിൽ നല്ലവണ്ണം ശർക്കര പിടിക്കണം. അതുവരെ നമുക്ക് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. ഓക്കെ, 1 ലിറ്റർ സെക്കൻഡും തേർഡും എക്സ്ട്രാക്ട് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണേ. 2-3 പാൽ 1 ലിറ്റർ. ഇതിനിയും കിടന്ന് നല്ലപോലെ വറ്റി കഴിയുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. നല്ലപോലെ തിളച്ച് പായസം ഒന്ന് വറ്റിട്ട് കുറുകി വരാം. നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മുന്തിരിങ്ങ ഇടുക. ഈ റൈസിൻസ് നമുക്ക് ഇത് കൂടെ വറുത്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കോരാം. പ്രഥമൻ അങ്ങനെ കുറുകി വരുന്നുണ്ട്. നല്ല റൈറ്റ് സ്റ്റേജ് ആയിട്ടില്ല. നമുക്ക് കുറച്ച് മുന്നിൽ ഇത് തിളപ്പിക്കേണ്ടത്. നമുക്കിനകത്ത് 1/4 ടീസ്പൂൺ ഉപ്പിടാം. ഏലക്ക പൊടിച്ചത് ഏകദേശം 1 ടീസ്പൂൺ ഇടാം. ഇതിനാവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി. ഇളകാം. ഇനിയിപ്പോൾ തലപ്പാൽ ഒഴിക്കാൻ ടൈമായിട്ടുണ്ട്. ഇത് നല്ലപോലെ കുറുകിയിട്ടുണ്ട്. കണ്ടോ? ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണ്ടാവില്ല. നമുക്ക് 1-ാം പാൽ ഒഴിക്കാം.
കുറച്ചുകൂടി പാലുണ്ട് ഒഴിച്ചേക്കാം. ഇത് 2 കപ്പ് പാലുണ്ട്. ഞാൻ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതിൻ്റെ കൂടെയുള്ള നെയ്യും കൂടെ ഒഴിക്കാം. ലാസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചവ്വരി കൂടി ഇടാം. ഇതൊരു ഭംഗിയായിട്ട് മേളിൽ കിടക്കും. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇടാം ഇതിനകത്ത്. ഇപ്പോൾ കുറച്ച് ആറിയിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലോട് ഒഴിച്ചു. കാര്യം വല്ലാതെ അത് കുറുകിപ്പോയി. രുചികരമായ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.